മനുഷ്യത്വത്തിന്റെ സേനാപതിമാർക്ക് പൂപ്പാറയിൽ ആദരം. മുരിക്കുംതൊട്ടിയിലുണ്ടായ ബൈക്ക് അപകടത്തിൽ പൂപ്പാറ സ്വദേശിയായ അബ്ദുൾ റഹ്മാൻ എന്ന 22-കാരന്റെ ജീവൻ പൊലിഞ്ഞ വാർത്ത നാടിനെ നൊമ്പരപ്പെടുത്തുമ്പോഴും തടിച്ചുകൂടിയ ജനക്കൂട്ടത്തിന് നടുവിൽ മനുഷ്യത്വത്തിന്റെ വലിയൊരു മാതൃക തീർത്തത് പൂപ്പാറ അടിമാലി സർവീസ് നടത്തുന്ന സേനാപതി ബസ്സിലെ ജീവനക്കാരായിരുന്നു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മിറ ബൈ പവിത്ര ഗോൾഡ്. ആംബുലൻസിനായി കാത്തുനിൽക്കാതെ സ്വന്തം ബസ്സിലെ യാത്രക്കാരുടെ അനുമതിയോടെ പരിക്കേറ്റ 3 യുവാക്കളെയും താങ്ങിയെടുത്ത് ആശുപത്രിയിലേക്ക് പാഞ്ഞ ആ നന്മ മനസ്സുകളെ പൂപ്പാറിലെ വ്യാപാരികൾ നെഞ്ചിലേറ്റുകയാണ്. ആപത്തിൽ തുണയായ ആ കൈകൾക്ക് അർഹിച്ച ആദരവുമായി എത്തിയിരിക്കുകയാണ് പൂപ്പാറയിലെ വ്യാപാരി സമൂഹം. വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിംഗ് പൂപ്പാറ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബസ് ജീവനക്കാരായ സുധീഷിനെയും മനുവിനെയും ആദരിക്കുകയും ക്യാഷ് അവാർഡ് മൊമെന്റോയും നൽകുകയും ചെയ്തു. നമ്മുടെ മർച്ചന്റ് അസോസിയേഷൻ പൂപ്പാറ യൂത്ത് വിംഗ് മർച്ചന്റ് അസോസിയേഷൻ കൂടിയിട്ട് ഒരു ആദരവ് നൽകുകയാണ്. ഇത് മറ്റുള്ളവർക്കൊരു മാതൃകയായിട്ട്, ഒരു സമൂഹത്തിനൊരു മാതൃകയായിട്ട് എല്ലാവരും ഇത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇതിന് ആദ്യമായിട്ട് പൊന്നാടി അണിക്കുന്നതിനായിട്ട് മർച്ചന്റ് അസോസിയേഷൻ യൂത്ത് പ്രസിഡന്റ് ശ്രീ ജോയ് ജോസഫ് അവരുടെ ക്ഷണിക്കുന്നു. സ്നേഹമുള്ള ജനറൽ സെക്രട്ടറി സംസ്ഥാന ജില്ലാ കൗൺസിലംഗങ്ങൾ, യൂത്ത് വിംഗിൻ്റെ ഭാരവാഹികൾ, സ്നേഹമുള്ള സുഹൃത്തുക്കൾ, കഴിഞ്ഞ ദിവസം മുരിക്കുംതൊട്ടിയിൽ നടന്ന ബൈക്ക് അപകടം, അതായത് കേരള സിറ്റിയിൽ നിന്ന് 3 യുവാക്കൾ പൂപ്പാറയിലേക്ക് വരുന്നതിനിടയ്ക്കാണ് അവർ ഓവർടേക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ആക്സിഡന്റ് നടന്നു. പക്ഷേ ആ 3 യുവാക്കളും ചോരയിൽ മുതിർന്നു കിടക്കുമ്പോൾ അവിടെയുള്ള നാട്ടുകാർ അതൊരു കാഴ്ചയായി തന്നെ നിൽക്കുമ്പോഴാണ് സേനാപതി ബസ് കടന്നുവരികയും അവിടുത്തെ യാത്രക്കാരുടെ അംഗീകാരത്തോടുകൂടി മനുവും സുധീഷും കൂടെ കൂടി യാത്രക്കാരുടെ അനുമതിയോടുകൂടി ലൈറ്റ് കൊണ്ട് രാജകുമാരി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത്. ഇത് തീർച്ചയായും ഇവർ രണ്ടുപേരുടെ ഒരു കാരുണ്യ പ്രവർത്തനം ഇന്ന് ഈ സമൂഹത്തിനും യുവാക്കൾക്കും മാതൃകയായി തന്നെ ഇരിക്കട്ടെ. അതുമാത്രമല്ല, വരും കാലങ്ങളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ യുവാക്കൾ കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നതിന് മർച്ചന്റ് അസോസിയേഷൻ എല്ലാവിധ സഹകരണം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് സുനീഷിനെയും മനുവിനെയും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പൂപ്പാറ യൂണിറ്റും യൂത്ത് വിംഗ് പൂപ്പാറ യൂണിറ്റും കൂടി പൊന്നാട അണിച്ച് ആദരിക്കുകയാണ്. ഇവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകൾ ഈ അവസരത്തിൽ നൽകുകയാണ്. പൊന്നാട അണിക്കുന്നതിനായിട്ട് നമ്മുടെ സെക്രട്ടറിയും സലീഖയും ട്രഷറർ കനിയണ്ണും കൂടിയിട്ട് എനിക്ക് പറയാനുള്ളത്, ഇവരെ കാണുമ്പോൾ മനുഷ്യത്വത്തിൻ്റെ മാനാകമാർന്ന് വേണം വിശേഷിപ്പിക്കാൻ. കാരണം ആ ആക്സിഡൻറ്റ് നടന്ന് 100 കണക്കിന് ആൾക്കാർ അതിൽ പാസ് ചെയ്ത് പോയി, വണ്ടികൾ പോയി, അപ്പുറം ഇപ്പുറം എല്ലാം വീടുകളെല്ലാം ഉണ്ട്. ആ ഒരു സമയത്ത് പോലും എല്ലാവരും ചെറിയൊരു മൊബൈലിൽ ഫോട്ടോ എടുത്ത് അവരവരുടെ ഗ്രൂപ്പിലേക്ക് ഇടുന്ന ആ ഒരു തന്ത്രപ്പാടിലാണ്. അതൊരു മനസാക്ഷിയെ മറപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് മേലാനുണ്ടാകാതിരിക്കാൻ ഇവരെപ്പോലുള്ള മനുഷ്യത്വത്തിൻ്റെ മാനാകമാരെ നമ്മൾ സ്വീകരിക്കുന്നതിൽ വളരെ അഭിമാനത്തോടു കൂടി ഞങ്ങൾ ഈ ആദരം ഞങ്ങൾ കൊടുക്കുകയാണ്. ഇവർക്ക് ചെറിയൊരു 2 മൊമെൻ്റ് ഉണ്ട്. അതിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ആയിരത്തിൻ്റെയും നമ്മുടെ നിസാറിനെ ക്ഷണിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് നിസാറിനെ അല്ല, അത് അവർ 2 പേരോട് കൊടുക്കും. ഞങ്ങൾക്ക് അടുത്ത കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ യൂണിറ്റ് ജനറൽ സെക്രട്ടറി രാഹുലിന്, അതുപോലെ തന്നെ ഫോട്ടോ അങ്ങോട്ട് കുഴപ്പമില്ല. ചെറിയൊരു ഇത് കൊടുക്കുന്നതിന് ചെറിയൊരു ഇത് കൊടുക്കുന്നതിന് നമ്മുടെ ആന്റണി അശോണ
യാത്രക്കാരുടെ പൂർണ്ണ പിന്തുണയോടെ ഒട്ടും സമയം കളയാതെ സ്വന്തം ബസ്സിൽ കയറ്റി ആശുപത്രിയിലെത്തിക്കാൻ ഈ യുവാക്കൾ കാണിച്ച ധീരതയ്ക്കുള്ള സ്നേഹാദരമാണ് പൂപ്പാറയിൽ നടന്ന ചടങ്ങിൽ വെച്ച് ഇവർക്ക് സമ്മാനിച്ചത്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിംഗ് പൂപ്പാറ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ജീവനക്കാർക്ക് ഉപഹാരവും ക്യാഷ് അവാർഡും നൽകിയത്. യൂത്ത് വിംഗ് പ്രസിഡന്റ് അരുൺ ചന്ദ്രൻ, സെക്രട്ടറി രാഹുൽ, ട്രഷറർ നിസാർ, യൂത്ത് വിംഗ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. യൂണിറ്റ് പ്രസിഡന്റ് ജോയി ജോസഫ്, ജനറൽ സെക്രട്ടറി സലീം, ട്രഷറർ കനി, ജില്ലാ കൌൺസിലർ സുധീർ, വ്യാപാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡിന്റെ പുതിയ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ മിറയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഓഫറുകൾ: 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 40% കിഴിവ്. കൂടാതെ 18 കാരറ്റ് ഗോൾഡ് അല്ലെങ്കിൽ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 30% കിഴിവ്. മാത്രമല്ല, വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയില്ല. കൂടാതെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ 3 പേർക്ക് ഡയമണ്ട് റിംഗ് സമ്മാനമായി നൽകുന്നു. ഈ ഓഫർ ജൂൺ 18 മുതൽ 30 വരെ മാത്രം. മിറ ബൈ പവിത്ര ഗോൾഡ്.